ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നും ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി എപ്പോഴൊക്കെ പറ്റുന്നോ അപ്പോഴൊക്കെ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുന്നതെല്ലാം കൂടെ മേർജ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറേ മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് ചീത്തയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് അതൊരു തട്ടിക്കൂട്ടി ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാരും റെസിപ്പി ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ടിയുള്ള ഐസ്ക്രീമാണ്, ആക്ച്വൽ ഐസ്ക്രീമൊന്നും അല്ല. അപ്പം ഞാൻ കട്ട് ചെയ്ത മാംഗോ ഒക്കെ ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്, ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കുള്ളതേ ഉള്ളൂ, മധുരത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്ത മാമ്പഴത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ആ ഫ്രഷ് ക്രീം ഇടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തട്ടിക്കുട്ടി ഐസ്ക്രീം മാത്രമാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ, മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. തട്ടിക്കൂട്ടി ഐസ്ക്രീമാണ്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഏത് പാത്രത്തിലാണ് വെക്കേണ്ടത് സെറ്റാക്കേണ്ടത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഡേ വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈവനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓവർ നൈറ്റ് വെക്കുന്ന പോലെ. അത്രയേ ഉള്ളൂ പ്രോസസ്സ്. എന്താ പറയുക, അത് ഫ്രീസ് ആവാനുള്ള സമയമൊക്കെ എല്ലാ ഐസ്ക്രീമിൻ്റെയും സമയം തന്നെയാണ്. പക്ഷേ ഇത് ശരിക്കുള്ള റെസിപ്പിയാണോ ഐസ്ക്രീം എന്ന് ചോദിച്ചാൽ അല്ല. ഇത് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ആക്കി മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഈ പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കേക്കൊക്കെ ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സമ്മറൊക്കെ ആയപ്പോൾ പിള്ളേർ കളിക്കുകയും ടി വി കാണുകയൊക്കെ ചെയ്യുന്ന കാരണം അപ്പം അവർക്ക് സ്നാക്സ് വേണം. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സ്നാക്സിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ഫസ്റ്റ് സ്നാക്സിലോട്ട് കയറിയത്. ഞാനിടുള്ള കേക്കിൻ്റെയോ കപ്പ് കേക്കിൻ്റെയോ ഒന്നും ഞാൻ റെസിപ്പി ഇതിൽ ഇടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്തതായതുകൊണ്ട് റെസിപ്പീസ് ഡിഫറെൻറ്റ് വീഡിയോസിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാനതിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ഇത് ചോക്കോ ചിപ്സിൻ്റെ മഫിൻസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് മിക്സൊക്കെ ആക്കി. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു എല്ലാം തന്നെ പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് തീർത്ത് അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. അപ്പം മിക്സൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി അതിലേക്ക് ഇത് ബാറ്റർ ഒഴിക്കുക കേട്ടോ. ഒരു സെറ്റ് ആയിട്ടുണ്ട്, ഇനി ഒരു സെറ്റ് അവനിലുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്കൊരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് വേഗം തന്നെ ഡോക്ടറെയൊക്കെ കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത പുതിയ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ലഞ്ചാക്കി.
ലഞ്ചിന് കുറച്ച് എന്താ പറയുക, നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ തന്നെയാണ്. നാടൻ വിഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാമ്പാർ, മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ കൂടുതലും വെജിറ്റബിൾസ് എത്രയൊക്കെ ജാസ്തിയായിട്ട് ചേർക്കാൻ പറ്റുമോ അങ്ങനത്തെ കറികളാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിൽ നമുക്ക് എത്ര വേണേലും വെജിറ്റബിൾ, അവിയൽ പോലല്ലയോ, എത്ര വേണേലും വെജിറ്റബിൾ ഇടാം. അപ്പോൾ അങ്ങനെയെങ്കിലും വെജിറ്റബിൾ ശരീരത്തിൽ പോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ്. അപ്പോൾ ഇത് ഞാൻ തോരൻ പരിപ്പൊക്കെ വാഷ് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. 2-3 വിസിലൊക്കെ മതിയാവും. അപ്പം അത് വെക്കാൻ പോവാണ്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതൊക്കെയാണ് ഞാനിന്ന് സാമ്പാറിലോട്ട് ഇടാൻ പോകുന്നത്. സവാള, തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ വൻപയറില്ലേ, നമ്മൾ മെഴുക്ക് വരട്ടി പോയ വീഡിയോയിൽ മെഴുക്ക് വരട്ടി ചെയ്ത അതേ പയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തോലൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് വേവിക്കാൻ വെക്കാൻ പോവാണ്. ഇതൊരു വ്ളോഗായിട്ട് എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ശരി, ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നോർമൽ പാത്രങ്ങളിൽ തന്നെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അധികവും കുക്ക് ചെയ്യില്ലായിരുന്നു. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ പിന്നെ വലിയ ഭംഗിയുള്ള ഇതൊന്നും എടുത്ത് വെക്കാണ്ട് നോർമലായിട്ട് തന്നെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്ത് ഇരിക്കണം. അതാണ് മെയിൻ. എന്ന് വെച്ചാൽ ഒത്തിരി നേരം ഒന്നും നിൽക്കാൻ പറ്റാത്ത കാരണമാണ്. അപ്പോൾ ഇതേ ഞാൻ 2 സവാളയും തക്കാളിയും 1 ക്യാരറ്റും, നിങ്ങൾക്ക് വേറെ വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ ഇടാം. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അറിയാത്തവർ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വേറെ വെജിറ്റബിൾ ഇടണമെങ്കിൽ വേറെ വെജിറ്റബിളും ഇടാം. പിന്നെന്താ, ബീൻസ് ഉണ്ട്, അവരൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഇത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് എല്ലാ വെജിറ്റബിളും ഒന്ന് വാട്ടിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ഇടാം, എണ്ണ ചൂടായതിന് ശേഷം. അപ്പോൾ സവാള ഇട്ട് എല്ലാ വെജിറ്റബിളും ഒരു മിനിറ്റ് ഒന്ന് വാടിയാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കണ്ട. അപ്പോൾ 1 മിനിറ്റ് എല്ലാ വെജിറ്റബിളും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാൻ പോകുന്നത്.
ഇതൊന്ന് ആദ്യം ഒന്ന് കുക്കായതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇട്ട് തക്കാളി മൊത്തത്തിലങ്ങ് പേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാതി കുക്കായതിന് ശേഷമാണ് തക്കാളി ഇട്ട് വേവിക്കാൻ വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇത് വേവുന്നതിനുള്ളിൽ ഞാൻ മെഴുക്ക് വരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ച വെണ്ടയ്ക്കാണ് കേട്ടോ ഇത്. എന്നാലും നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കും. അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴുകാത്തത്. ഒന്ന് കഴുകിയെടുത്തിട്ട് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം ചെറിയ ചെറിയ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല മെലീസായിട്ടുള്ള തിൻ സ്ലൈസായിട്ട് വേണം വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് അധികം മസാലയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ബ്ലെൻഡാവും. ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുക്കായ വെജിറ്റബിൾസ് ഇല്ലേ, അതൊക്കെ ഇതിലോട്ട് തിരിച്ച് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ, അധികം തിളയ്ക്കണ്ട. എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡാണ്, നമ്മുടെ ദാളും കുക്ക്ഡാണ്. അപ്പം അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി തിക്കായിട്ടുണ്ട്. നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിനി മസാല ചേർക്കണം, പുളി ചേർക്കണം. അപ്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് തിള വരുമ്പോൾ ഞാൻ സാമ്പാർ മസാല ഇടുക കേട്ടോ. എനിക്ക് തനിത്തനിയായിട്ടുള്ള അളവ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെന്നൈക്ക് പോയപ്പോൾ അവിടുന്ന് സാമ്പാർ മസാല ലൂസിൽ വാങ്ങിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ ആ മസാലയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പേരൊന്നും ഇല്ല, ഏത് ബ്രാൻഡാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ലൂസിലാണ് വാങ്ങിച്ചത്. അപ്പം അതൊന്ന് വെള്ളത്തിലിട്ട് മെൽട്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ മസാല ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്ന് വെച്ചാൽ പച്ച മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ. അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ മസാലയുടെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞു, നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ് വെച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് കുറച്ചിട്ട് നോക്കുക. പുളി കറക്റ്റാണെങ്കിൽ അങ്ങനെ തന്നെ വിടാം. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓൾട്രേഷൻസ് ഒക്കെ ചെയ്യണം, അത് കാരണമാണ്. അപ്പം അത് നല്ലോണം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സിമ്മിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ 1 സ്പൂണ് ജാഗ്രി ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ജാഗ്രി ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ പൗഡർഡ് ജാഗ്രി ഉള്ളത് കൊണ്ടാണ് ഇട്ടത്. അപ്പോൾ അതും കൂടെ ആഡ് ആകുമ്പോൾ നമ്മുടെ ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരമായിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാണ്.
ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സീസണിങ് ചെയ്യാം. അപ്പോൾ സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ഒരു തടുക്ക പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൽ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും പിന്നെ ഞാൻ ചതച്ച വെളുത്തുള്ളി ഉണ്ടായിരുന്നു അതും ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിലേക്ക് 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കായവും കൂടെ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കും. ഞാൻ കറിവേപ്പില എന്താ ഇതിലിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കറിവേപ്പില ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് വേവിക്കുന്നതിൽ തന്നെ കറിവേപ്പില ഇട്ടത് കൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. ഒത്തിരി കറിവേപ്പില കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എടുത്ത് പെറുക്കി ഓരോന്നോരോന്നായിട്ട് എടുത്ത് സൈഡിൽ വെക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ചിട്ടാൽ മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ആക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാമ്പാറിലോട്ട് ഇത് ഒഴിക്കാം. നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഉള്ളിയോ ഒന്നും ഇടുന്നില്ല. ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു സിമ്പിളായിട്ടുള്ളതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം മെഴുക്ക് വരട്ടിക്ക് ഞങ്ങൾ നോർമലി അധികം ഉള്ളിയൊന്നും ഇടാറില്ല. ചിലതിലൊക്കെ ഇടും കേട്ടോ, ഇല്ലാന്നൊന്നുമല്ല. വേണമെങ്കിൽ ഇടാം, ടേസ്റ്റ് നല്ലതായിരിക്കും. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. അപ്പം ഇത് വെണ്ടയ്ക്ക അതന്നെ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ നല്ല പശയുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പം നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല പശ അതിലിങ്ങനെ ഒട്ടി പിടിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ പശ കുറയാൻ തുടങ്ങും. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ പശ ഒന്ന് കുറഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്ക് മസാല ഇടാൻ പറ്റുക. അപ്പോഴേ അതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ്, എന്താ വെച്ചാൽ വലിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത്. നമുക്ക് സിമ്മിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇടാം. ഇടയ്ക്കിടയ്ക്ക് 1-2 സ്പൂണ് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തൊന്ന് പെട്ടെന്ന് തന്നെ നല്ലോണം ഉള്ളിലൊക്കെ ആയിട്ട് ക്രിസ്പിയൊക്കെ ആവും. വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്തൊക്കെ നമ്മുടെ മെമ്മറി പവറിന് വേണ്ടിയിട്ടൊക്കെ നല്ലോണം മാത്സൊക്കെ എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെണ്ടയ്ക്കൊക്കെ എന്നും എടുത്ത് തിന്നുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ വെണ്ടയ്ക്ക കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ പിള്ളേരെ തീറ്റിപ്പിക്കാനും ഇത് തന്നെയാണ് പറയുന്നത്, നല്ലോണം മാത്സ് വരും, നല്ല മെമ്മറി പവർ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ചെറിയ തീയിൽ കിടന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ. എന്താ വെച്ചാൽ ഇനിയും കുറച്ചുകൂടെ ഒരു പശ ഒന്ന് മാറാനുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോഴേ നമുക്കത് തിന്നാനത് ടേസ്റ്റോ അല്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവത്തുള്ളൂ അത് കഴിക്കുമ്പോഴും. അപ്പോൾ അതൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ അങ്ങനെ തന്നെ കുറച്ച് നേരം വിട്ടേക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിങ്ങനെ വിടുന്ന സമയത്ത് ഞാൻ പപ്പടവും കൂടെ കാച്ചുന്നുണ്ട്. പപ്പടം കാച്ചാനായിട്ടൊരു വേറൊരു ഈ ചീനിച്ചട്ടി ഞാൻ ഈ പപ്പടം കാച്ചാനും തേങ്ങ വറുക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പപ്പടവും ഞാൻ ഇത് പപ്പടമാണോ അപ്പളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് വാങ്ങിക്കുന്നത്. എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പളം ആയിരിക്കും ചിലപ്പം. എന്താ വെച്ചാൽ ഇതൊന്ന് വീർക്കുന്നില്ല, നമ്മുടെ പപ്പടം പോലെ ഇതൊന്ന് വീർക്കുന്നില്ല. അതൊരുമാതിരി കല്ല് പോലെ തന്നെ കിടക്കുന്നു.
അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഒന്ന് തട്ടിക്കൂട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. എല്ലാവരും ഇതിന് മുന്നേ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം, ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെന്താ, എല്ലാം റെഡിയായി. അപ്പോൾ ഞാനിപ്പോൾ ചോറ് വിളമ്പാൻ പോവാണ്. അപ്പോൾ അന്ന് മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ ബീട്രൂട്ടിൻ്റെ തോരനും കൂടെ ഉണ്ടായിരുന്നേ. ലെഫ്റ്റ് ഓവർ ബീട്രൂട്ട് തോരനും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പപ്പടം, സാമ്പാർ. ഇതിൽ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി, മീൻ വറുത്തത്, അല്ലെങ്കിൽ മീൻ കറി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു. ഇത്രയും ആയപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഞാൻ അറിഞ്ഞു കേട്ടോ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചില സമയത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത്രയും ആയി വന്നപ്പോൾ അയ്യോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഗ്രീഡിനെസ് അല്ലേ. ഒരു നാടൻ ഫുഡിൻ്റെ എല്ലാ ഒരു വൈബും ആയിരുന്നു എനിക്കന്ന്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണെന്ന് എനിക്കും അറിയാം. എന്നാലും ഒന്നോ രണ്ടോ പേർക്ക് അറിയില്ലെങ്കിൽ റെസിപ്പി ഇട്ടത് കണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാം. പിന്നെന്താ കുഞ്ഞ് സ്കിറ്റിലിൻ്റെ കൂടെ കളിക്കുമായിരുന്നു കുറച്ച് നേരമൊക്കെ. സ്കിറ്റിലിൻ്റെ കൂടെ കളിച്ചു. പിന്നെ പിക്സിയുടെ കൂടെയും സ്കൈയുടെ കൂടെയൊക്കെ കളിച്ച് അവർക്ക് ഫീഡ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യാനൊക്കെ അവൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആട്ടോ. എന്നുവെച്ചാൽ ആരും അവൻ്റെ അടുത്ത് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അവരെ ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫ്രണ്ട് ആവും എന്നുള്ള വിചാരമാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്കിറ്ററിൻ്റെ കോപ്രായങ്ങളൊക്കെയാണ്. അവൾക്ക് ഉറക്കവും വരുന്നുണ്ട്, എന്നാൽ കളിക്കുകയും വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതാണ്. ഓക്കെ, ബൈ.